നഗരസഭ കാവിയണിഞ്ഞിരിക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ താമര വിരിയിപ്പിച്ച് തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണ സാന്നിധ്യം ഏൽക്കാൻ തയ്യാറായി നിൽക്കുകയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള NDA. തലസ്ഥാനം വലിയ തോതിൽ താമര വിരിയിക്കുന്നതിന്റെ ആദ്യ പടിയാണോ കോർപ്പറേഷൻ ഭരണത്തിലേക്കുള്ള സ്ഥാനാരോഹണം എന്ന് തോന്നിക്കുമാറാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. BJP സംസ്ഥാന അധ്യക്ഷൻ സ്ഥാനം ഏറ്റെടുത്ത ശേഷം മുൻ കേന്ദ്രമന്ത്രി കൂടിയായ രാജീവ് ചന്ദ്രശേഖർ ഏറ്റവും കൂടുതൽ ആഹ്ലാദിക്കുന്ന ഘട്ടം കൂടിയാണ് ഈ വിജയം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ലഭിച്ചത് വലിയ മുന്നേറ്റമെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. തന്റെ മുൻഗാമികൾക്ക് ചെയ്തു കാട്ടാൻ കഴിയാത്തത് ചെയ്യാൻ കഴിഞ്ഞതിന്റെ ചാരിതാർത്ഥ്യമുണ്ട് അദ്ദേഹത്തിന്. തിരുവനന്തപുരത്ത് NDA ജയിച്ചെങ്കിലും സംസ്ഥാനത്തുടനീളം LDF വിരുദ്ധ മുന്നേറ്റവുമായി UDF ആണ് കരുത്തന്മാരായി വിജയാഘോഷം നടത്തുന്നത് ചന്ദ്രശേഖർ കാണുന്നുണ്ട്. UDFന് ലഭിച്ച വിജയം താൽക്കാലികമാണെന്നും സർക്കാരിന്റെ ഭരണ പരാജയം വ്യക്തമായെന്നും രാജീവ് ചന്ദ്രശേഖർ പറയുന്നു. BJP മുന്നോട്ട് വെച്ച വികസിത കേരളം എന്ന ആശയം വിജയം കണ്ടുവെന്നും രാജീവ് ചന്ദ്രശേഖർ വിശ്വസിക്കുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിജയം അത് തെളിയിക്കുന്നതാണ്. അപ്പോൾ UDFന്റെ വമ്പൻ വിജയം വെറും താൽക്കാലികം മാത്രമാണെന്ന് BJP അധ്യക്ഷൻ വിശ്വസിക്കുന്നു. പിണറായി സർക്കാരിന്റെ ഭരണ പരാജയവും ശബരിമല സ്വർണ്ണക്കൊള്ള തുടങ്ങിയ അഴിമതികളും പൊതുജനം തിരിച്ചറിഞ്ഞ് സമ്മാനിച്ചതാണ് കോൺഗ്രസിന് ലഭിച്ച വിജയം. അത് പക്ഷെ വെറും താൽക്കാലികം മാത്രം. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ആരാണ് ഭരിക്കാൻ പോകുന്നത് എന്ന് ജനം തീരുമാനിക്കും. ഇത് പറയുമ്പോൾ രാജീവ് ചന്ദ്രശേഖർ വെളിവാക്കുന്ന ആത്മവിശ്വാസം ചെറുതല്ല. എന്നാൽ അങ്ങനെയാണോ കാര്യങ്ങൾ? തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയം മാത്രം കൊണ്ട് BJPക്ക് അടുത്ത നിയമസഭയിലേക്കുള്ള വിജയപാത ഒരുക്കാമെന്ന് കരുതുന്നത് ഒരിത്തിരി അമിതാവേശമല്ലേ? വീശിയടിക്കുന്ന സുരേഷ് ഗോപി തരംഗം ഉണ്ടായിരുന്നിട്ടും UDF തൃശൂരിനെ അങ്ങെടുത്തത് രാജീവ് ചന്ദ്രശേഖർ കാണുന്നില്ലേ? അവിടെ എന്ത് വിരുദ്ധ വികാരമാണ് പ്രതിഫലിച്ചത്? സംസ്ഥാനം BJP ഭരണത്തിനായി തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ തൃശൂർ UDF തെളിയിച്ച വഴിയെ പോകുമായിരുന്നു. LDFന് ഏതായാലും ഒരു തിരിച്ചറിവിന്റെ കാലമാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം സമ്മാനിച്ചിരിക്കുന്നത്. അഴിമതി കഥകളും അനാവശ്യ അഹങ്കാരവും കൈവിട്ട് പ്രവർത്തിച്ചാൽ മാത്രമേ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പോയ ജനപ്രീതി തിരിച്ചു പിടിക്കാൻ എന്തെങ്കിലും സാധ്യതയുള്ളൂ. UDFന്റെ വിജയം UDFന്റെ ഗുണഗണങ്ങൾ കൊണ്ടൊന്നുമല്ല എന്ന് ഏതൊരു UDFകാരനും രഹസ്യമായെങ്കിലും സമ്മതിക്കും. സുവർണാവസരങ്ങൾ പോലും കൈപ്പിടിയിൽ ഒതുക്കാൻ UDFലെ കക്ഷികൾ ശ്രമിച്ചിട്ടില്ല എന്നത് വളരെ വ്യക്തം. ഭരണവിരുദ്ധ വികാരം ഒന്നുകൊണ്ട് മാത്രം വിജയം കൊയ്യാൻ ഇത്തവണ സാധിച്ചു എന്നും അതുണ്ടാവണമെന്നില്ലല്ലോ. സംസ്ഥാനത്ത് അടുത്ത ഭാവിയിൽ BJP ഉറ്റുനോക്കുന്ന വിജയങ്ങളിലേക്ക് എത്താൻ പാർട്ടിയുടെ ഇപ്പോഴത്തെ കോപ്പുകൂട്ടലൊന്നും മതിയാവില്ല. രാജീവ് ചന്ദ്രശേഖരനും മറ്റു നേതാക്കൾക്കും ഇത് നന്നായി അറിയാമെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയക്കൊടി നാട്ടാൻ വേണ്ടതൊക്കെ ഇപ്പോഴേ ചെയ്തു തുടങ്ങും BJPയും NDAയും. അത് ഫലം കാണാൻ കുറെ അധികം കാലം വേണ്ടി വരുമെന്ന് മാത്രം. രാജീവ് ചന്ദ്രശേഖരനും മറ്റു നേതാക്കൾക്കും ഇത് നന്നായി അറിയാമെങ്കിലും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയക്കൊടി നാട്ടാൻ വേണ്ടതൊക്കെ ഇപ്പോഴേ ചെയ്തു തുടങ്ങും BJPയും NDAയും. അത് ഫലം കാണാൻ കുറേയധികം കാലം വേണ്ടി വരുമെന്ന് മാത്രം.